മക്കളെ, അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിരുന്നു അല്ലേ, എങ്ങനെയായിരിക്കും നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതാ നമ്മുടെ NCERT സൈറ്റിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും സ്കൂളുകളിലും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം സ്കൂൾ തുറന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസം കഴിയാറായി. പഴയ ബുക്ക് വെച്ചിട്ടായിരിക്കും പല സ്കൂളുകളിലും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ഇനി നമ്മുടെ പുതിയ ബുക്ക് പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്നൊന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ പല സബ്ജക്റ്റുകളെയും പാർട്ട് 1 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാത്സിലൊക്കെ പാർട്ട് 1 നമുക്ക് 7 ചാപ്റ്റേഴ്സ് കാണാം. സോഷ്യലിലാണെങ്കിൽ ഭയങ്കര വലിയൊരു ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 3 ബുക്കുകളായിട്ടായിരുന്നു നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം അത് എല്ലാം കൂടെ ചേർത്തിണക്കി ഒറ്റ ബുക്കായിട്ടുണ്ട്. ആ ഒരൊറ്റ ബുക്കിൽ തന്നെ നമ്മളുടെ ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും പൊളിറ്റിക്കൽ സയൻസിൻ്റെയും എക്കണോമിക്സിൻ്റെയും ചാപ്റ്റേഴ്സ് അവിടെ വരികയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈസി ആണല്ലേ ഒരൊറ്റ ബുക്കാകുമ്പോൾ, പക്ഷേ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ സയൻസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഫിസിക്സിൽ എടുത്തു പറയാൻ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്. 7ാം ക്ലാസ്സിന്റെ പക്ക കണ്ടിന്യൂഷൻ ആണ് ഇപ്രാവശ്യത്തെ ഫിസിക്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 7ഉമായിട്ട് അധികം ബന്ധമില്ലാത്ത ടോപ്പിക്സുകളായിരുന്നു നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം 7ന്റെ പക്ക കണ്ടിന്യൂഷൻ ആണ്. അത് മാത്രമല്ല ഒരുപാട് ചാപ്റ്റേഴ്സ്, ആകെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളൂ, ആൻഡ് ഉള്ള ചാപ്റ്റേഴ്സ് തന്നെ ആകെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് നേരിടുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, കാരണം സൈലം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ എന്താണെന്നല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം 8ാം ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതിലുപരി നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് കാണുന്നത് സ്കൂളൊക്കെ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമാണ് അല്ലേ. കാരണം ബേസിക്സ് ഒക്കെ, അതായത് ഫൗണ്ടേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ഒരു ക്ലാസ് ആണ് നമ്മുടെ 8ാം ക്ലാസ്. സോ നിങ്ങൾ ആരും ഇനി സമയം കളയരുത്. നമ്മുടെ ജൂലൈ 30 നമുക്കൊരു അടിപൊളി ലോഞ്ചൊക്കെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ അതൊക്കെ വാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പഴയ കുട്ടികൾക്ക്, അതായത് ഓൾറെഡി നമ്മുടെ യോധ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, ഞങ്ങളെ സ്കൂളുകളിൽ പഴയ സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത് അല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ പഴയ സിലബസ് ബേസ്ഡ് തന്നെയാണെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാകും. അപ്പോൾ എല്ലാവരുടെയും സൊല്യൂഷൻ നമുക്ക് ഇവിടെയുണ്ട്. പഴയ ബുക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അതേ ബാച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. എന്നാൽ പുതിയ ബുക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഇനിയും നിങ്ങൾ സമയം കളയരുത്, പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇല്ലേ, നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇത്രമാത്രം മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് NCERT സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കാണാൻ പോവാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ബേസ്ഡ് ആക്കിയിട്ട്, അതായത് ഒരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ബേസിൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സിലെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. സോ ഇനിയും നിങ്ങൾ സമയം കളയരുത് എന്നേ ഞാൻ പറയുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച്.